നിർത്തൂല. ബാക്കിലിരിക്കുന്ന ഹെൽമെറ്റ് വേണം, ഇല്ലെങ്കിൽ പെറ്റി അടിക്കാം വണ്ടിക്കാരന്. ഹെൽമെറ്റ് ഇട്ട് നോക്കണം. നിങ്ങൾ കയറിക്കോളേ, വീട്ടിലാക്കി തരും. എന്തിനിപ്പോ ഇതിന് കേറുക നിങ്ങളുടെ ആവശ്യമാണ്. എനിക്കിപ്പോ അങ്ങനെ ഒരു ആവശ്യം ഇല്ലല്ലോ. 30 റുപ്യ മതിയെന്ന്. ചില്ലറല്ലേ? ചില്ലറ വേണ്ടേ? ഞാൻ തരാ ചില്ലറ. ഇല്ലേ ജീപ്പേ ചെയ്യാൻ ചേട്ടാ, കയറിക്കോ. എടാ അതിന് എനിക്ക് ജീപ്പേ വേണ്ടേ? അതില്ല. അപ്പൊ ഒരു കാര്യം വീട്ടിലെത്തിട്ട് കാശ് കൊടുത്താ ചേട്ടൻ കയറ. വേണ്ട, ഞാൻ നടന്നോളാം. നല്ല ആരോഗ്യം ഉണ്ടല്ലോ. ഇല്ല, ഞാൻ വീട്ടിലേക്ക് തന്നെ. നമുക്ക് ഒരുമിച്ച് പോവാ. കാറോ? നമുക്കൊരു ഓട്ടോ വിളിക്കാതെ. ഓട്ടോ? അതെ, കാശ് ഞാൻ കൊടുത്തോളാം. എന്നാ പോവാ. കയറുന്ന അല്ല, പുള്ളി പറഞ്ഞ് നടക്കണേണ് നല്ലതെന്ന്. എങ്ങനെയുണ്ട്? ഈ ജാതി ആൾക്കാരാണ്. ഞാനേ മോൾക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞു, അപ്പൊ കുറച്ച് ചിക്കൻ മേടിക്കാൻ പോയതാ. ചിക്കനൊക്കെ ഭയങ്കര വിലയല്ലേ? അതൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റുമോ? ആരെങ്കിലും വാങ്ങും ചിക്കനൊക്കെ. തിരികെ വേമ്പോട്ടെ ഓട്ടാങ്ങടെ. മാസം 2-3 ലക്ഷം ഉറുപ്പ്യ വരുമാനമില്ല ആളാണ്. എന്നിട്ടൊരു ഓട്ടോക്ക് ഒരു 30 ഉറുപ്പ്യ കൊടുക്കാനില്ലത്. എന്തെന്ന് ഇതെല്ലാം വേറെ കൊണ്ടുപോവാ. പിശിക്കൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഭൂലോക പിശിക്കൻ. എന്താ ഒരു കണ്ണു മൂക്കൊന്നുമില്ല. അച്ഛൻ അവിടെ നിങ്ങൾ നോക്കിട്ടൊക്കെ ഓടിക്കട്ടെ. അതിന് വെപ്പാളം കൂടുതലാണ് അല്ലേ? അതെ ഹരി, കാര്യങ്ങളൊക്കെ നിനക്ക് തൃപ്തിയല്ലേ? എനിക്കിഷ്ടമായി. പിന്നെ നമുക്ക് അങ്ങോട്ട് നീക്കല്ല. നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് നടത്താം. അതിപ്പോ അത്ര ചോദിക്കാനൊന്നുമില്ല. പെൺകുട്ടിക്ക് ഓനെ നന്നായിട്ട് ഇഷ്ടമായിക്കണേ. അവളെ മോഹണ്ടല്ലോ അറിയാ. അതെ അമ്മാവാ, മൊയ്തുക്ക് ഒന്ന് കയറി വെച്ച് ചായ കുടിച്ചിട്ട് പോവാം. എന്തിനാ? അവർക്കൊക്കെ തിരക്കുണ്ടാവേ. അതിനൊക്കെ പോയിക്കോട്ടെ. തിരക്കുണ്ടായാലും എന്താ തിരക്കുണ്ടെന്ന് പറഞ്ഞില്ല. ഞാനൊരു ചായ കുടിച്ച് സന്തോഷമായിട്ട് തിരക്കൊണ്ടാ. വേണ്ട, കുഴപ്പമില്ല. തിരക്കുണ്ട്. കാര്യം എന്താ വെച്ചാല്, എന്ത് കാര്യം? എന്ത് കാര്യം? ഇതൊക്കെ ഒന്ന് ശരിയാവട്ടെ. ഇതിന് എന്ത് ശരിയാവും? നിങ്ങൾ പന്തിലെട്ടിക്കോളി, കല്യാണം നടക്കൂ. എന്നാ ശരി. വിട്ടോ. ചേച്ചി, എന്റെ അപ്പനും മക്കളെല്ലാം കൂടെ ചായ കുടിച്ചു. ശരി, ഞങ്ങക്ക് കുറച്ച് തിരക്കുണ്ട്. ഞാൻ തരാം. ശരി. ശരിയാളിയാ. ഓ ഓളിയാ, ശരിയാളിയാ. പോട്ടെ. എടുത്തോ. നേരെ പോട്ടെ. ചായ ഇതെന്തത്? തണ്ടിപ്പരിപ്പ് നല്ല ക്വാളിറ്റിയാ. ഇതും അവിടെ നടത്തും. എന്റെ ദൈവം, ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. ഇനിയുണ്ട്, ആ മടിയിലുണ്ട് കേട്ടാ. വെച്ചോ. എടാ കൂട്ടിയെ, പണി നീങ്ങണില്ലട്ടോ. പണി അങ്ങോട്ട് നീങ്ങണില്ല. എത്ര പണിയുണ്ട് ഇനി, അതൊക്കെ ഇവിടെ തീർക്കണ്ടേ? ഞാനിവിടെ കരാറ് പണിക്കാണ് നിൽക്കണത്. അതെ, അല്ലാണ്ട് നിങ്ങൾ പറയുമ്പോ പണിയാൻ എനിക്ക് പറ്റില്ല. ഞാനൊരു പൈസ പറഞ്ഞിട്ടുണ്ട്, ആ പൈസക്ക് നിങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള പണി കംപ്ലീറ്റ് ചെയ്യും ഞാൻ. എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതെ, ഈ പാട്ട് കേൾക്കല് മാത്രം അവര് പണി കൂടി നടക്കാം. അങ്ങനെ പറയരുത്, എനിക്ക് പാട്ട് കേൾക്കാണ്ട് പറ്റില്ല. ഞാൻ പണിയെടുക്കും, അത് കഴിഞ്ഞിട്ട് പാട്ട് കേൾക്കാൻ തോന്നി അതൊക്കെ നിർത്തിയിട്ട് പാട്ട് കേൾക്കും. എൻജോയ് ചെയ്തിട്ടേ എനിക്ക് പണി എടുക്കാൻ പറ്റുള്ളൂ. ശരി, നിങ്ങൾ പോയിക്കോ. നിങ്ങൾ ആരും വിളിച്ചില്ല ഇവിടെ. നിങ്ങൾ പോയിക്കോ. വർത്തമാനം പറയണ ചെല്ലേ. അല്ല, ശരിയാണ്. പണി നീ കാര്യം പറ്റും. ആയിക്കോട്ടെ. എവിടേക്ക് എന്റെ പിന്നാലെ വരുന്നേ? പണിയാ പോന്നെ. എന്താ സത്യേട്ടാ, എനിക്ക് മീൻ മേടിക്കണ്ടേ? ഞാൻ നോക്കട്ടെ. അത് നിങ്ങൾ നടക്കി.
പട്ടപ്പെട്ടക്കുന്ന അയില മത്തി ആകോരി അയക്കൂറ എന്താന്ന് വെച്ചാല് കേട്ടാ എന്നാ പാത്രം തരാ ഇതെന്താ മീന് ആ സാധനങ്ങൾ എന്തൊക്കെയാണ്? കടലിന് നേരെ പിടിച്ച് നേരെ എന്റെ പെട്ടിയിലേക്ക് ഇങ്ങോട്ട് ഇടും. ഏതാ മീൻ ഏതാണ്? മീൻ ആകോരി അയക്കൂറ അയില മത്തി കംപ്ലീറ്റ് സാധനം ഉണ്ട്. ആവലി വേണോ? ആവോലി വേണം. ആവലി എന്താ പറയാ? ആകോല 500 റുപ്യ ഇല്ലു. അത് വേണ്ട. ആവോലി എടുക്കാൻ സത്യേട്ടാ, ഞാരിക്ക് ഭയങ്കര ഇഷ്ടാ. ആവലി വേണ്ട അത് വേണ്ട. അതെ മത്തിന്റെ മത്തി കുറച്ചേ ഇല്ലു. അത് മതി. ചേട്ടാ എന്നും അതല്ലേ അത് വാങ്ങുന്നത്. മതി. ആ മത്തി കൊടുക്ക മത്തി കൊടുത്തു. ആ അല്ലേ പെട്ടപ്പെട്ടക്കുന്ന ആകോരിയാണ്. കടൽ നേരെ പിടിച്ചിട്ട് നേരെ ഇന്നൊരു പെട്ടി ദിവസത്തേക്ക്. അങ്ങോട്ട്. മത്തി മതി എന്നാ പറയുന്നത് കുറച്ചേലും മതിയല്ലേ? ആയിക്കോട്ടെ. അത് മതി. എന്താ എടുത്തിരുന്നേ? മത്തി വായ പൊട്ടിട്ട് തോന്നുന്നു അത്. അത്ര അതായത് തൂക്കൊന്നും വേണ്ടോ? 4-5 മത്തിയുള്ളൂ, ഞാൻ അതിനെടുത്തു. 50 ഉറുപ്പിക്കുള്ളതേ ഉള്ളൂ. 50 ഉറുപ്പ്യ. എത്രണ്ട്? കേട്ടോ ആവരിക്ക് എന്താ വില? ആകോരിക്ക് 500 റുപ്യ. 500 റുപ്യാണ്. ആ 1 കിലോ ആവോലി ഇങ്ങോട്ട് എടുക്ക്. അല്ല ആവോലിയാണത്. 500 ഉറുപ്പ്യ. 500 ഉറുപ്പ്യ. അതിനെന്താണ് ആവോലി അല്ലേ? അല്ല പിന്നെ ഇത് എപ്പോഴും കിട്ടില്ലല്ലോ. ഇവരൊന്നും എപ്പോഴും കൊണ്ടില്ലേ. എപ്പോഴും മത്തി ചാളൊക്കെ ആയിലൊക്കെയാണ് കൊണ്ടുവരുന്നത്. അതായത് നഷ്ടാണ്. ആ അത് കുഴപ്പമില്ല, എടുക്കുക. അതൊന്നും എനിക്ക് കുഴപ്പമില്ല. ഞാൻ വരുമ്പോ ഒരു 3 എണ്ണം എടുത്തിട്ട് ഒറ്റ തുള്ളി നടന്നിട്ട് കുളത്തിലേക്ക് പോയി. 100 അധികം ഉണ്ട്. 100 രൂപ കുഴപ്പമില്ല. എന്റെ 500 സത്യേട്ടൻ തരൂ കേട്ടോ. പണിക്ക് തരുന്ന കൂലിന്ന് 500 കുറച്ചിട്ട് എനിക്ക് തന്നാ മതി. 500 അടുത്ത പ്രാവശ്യം വരുമ്പോ മൂപ്പർക്ക് കൊടുത്താ ശരി. എന്നാൽ ഞാൻ മീൻ കൊണ്ടുവച്ചിട്ട് വരാം സത്യേട്ടാ. അപ്പൊ ഇനി പോവാ. അല്ലാണ്ട് പിന്നെ മീൻ മേടിച്ചില്ലേ ഇത് കറി വെക്കണ്ടേ? ഇവിടെ പണി മാറ്റി ചെല്ലുമ്പോഴേ നല്ല ആവോലി കറി കൂട്ടി ഊണ് കഴിക്കാലോ. അല്ലടാ കുട്ടാ, അപ്പൊ പണിയണ്ട അവിടെ. ഞാനല്ലേ പണിയാണ്. നിങ്ങക്ക് എന്താണ്? ഞാൻ കരാറ് പണിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പണി തീർത്തരാന്ന്. പിന്നെന്താ നിങ്ങക്ക്? അതെനിക്ക് വർത്താനം പറയണ്ട. ശരി ശരി ശരി. അല്ല ചേട്ടാ ആ പൈസ ഇങ്ങോട്ട് എടുത്തേ. പൈസ അതാ പണിയൊക്കെ കഴിയട്ടാ. അല്ല ഇവിടുത്തെ നിങ്ങളെ പണി കഴിയണ്ടല്ല, എന്റെ പൈസ ഇല്ലേ മീന്റെ എനക്കാളെ കൊടുക്കണ്ടേ? ആ അത് കച്ചവടം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ ഇതിലെ വാപ്പ തരാട്ടാ. എന്തിനാണ് ഇങ്ങനെ പൈസ സമ്പാദിക്കുന്നത്? ഒരു 4 തലമുക്കൊല്ല പൈസ പോകുമ്പോ തിരിച്ചു വാ കേട്ടോ. ആ തിരിച്ചു വാ, അപ്പൊ തരാം. അച്ചാറ് അത് കൂട്ടി കഴിക്കും. എന്താ ഇതെങ്ങനെ തിന്നണത്? മനുഷ്യന് തിന്നാനല്ലേ? ഇതിൽ ചാറ് മാത്രമുള്ളല്ലോ, കഷ്ണമൊന്നുമില്ലല്ലോ. അതെ മെനഞ്ഞാന്നുണ്ടാക്കിയ മീൻകറിയാ. 3 ദിവസമായി ഈ ചാറ് തന്നെ കൂട്ടാൻ തുടങ്ങിയിട്ട്. കോരി വെച്ച് തിന്നെന്നാ. അല്ല നിനക്കെന്താ മീൻ വാങ്ങിച്ചോണ്ട് വന്നാലോ? നീ എന്തിനാ അച്ഛനെ കാത്തിരിക്കുന്നത്? മേടിച്ചു വന്നോണ്ടാണ് കുറ്റം. ഇവിടെ നിയമമല്ലേ? മിനിയാന്നേ കണ്ട് 100 രൂപക്ക് ചാള മേടിച്ചാണ്. ഇനി 3 ദിവസത്തേക്ക് മീൻ മേടിക്കാൻ പാടില്ലല്ലോ ഇവിടെ. അപ്പൊ ഇതുപോലെയൊക്കെ തപ്പിക്കൊണ്ടിരിക്കണം. അതെ ഇനി നിന്നോടൊരു കാര്യം. എന്താ ഇതും തീറ്റിക്കൂലേ? ഒഴിച്ചടാതെ ഒഴിച്ചോ. ചിക്കൻ ബിരിയാണിയാണല്ലോ. കാണ്ട. അതെ ഈ മീൻകറിയില് ഇതുപോലെ നാളികേര അരച്ച് കലക്കേണ്ട ഒരു കാര്യമില്ല. ഒരു ലേശം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ചമ്മന്തി അരയ്ക്കാം. അതൊന്നും ഒരു ദിവസം ചമ്മന്തി ആയിക്കൂടെ? നാളികേരത്തിന് എന്താ വില? എന്താ അച്ഛൻ ഈ പറയണ? അപ്പുറത്തെ വീടുകളിലൊക്കെ വേസ്റ്റ് കളയണ അത്രയും പോലും നമ്മളിവിടെ കഴിക്കണില്ല. എന്നിട്ട് അതില് ഗുണവത്ത് തരാൻ പറ. ആരാ പോയോടാ? ഇതാണ് അതിലും നല്ലത്. ഭക്ഷണം കഴിക്കാണെന്ന് പറ കേട്ടോ. ഭക്ഷണം കഴിക്കാണ് കഴിഞ്ഞിട്ട് വരുന്നു. എന്റെ ഒന്നോ ഭയങ്കര വിഭവങ്ങളാണല്ല. ആരാണാവോ ഇവിടെ വെച്ച നേരത്ത്? അല്ലേ അല്ലെങ്കിൽ എന്തിനു പകല് വാതിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കണവര്? അതെ തുറന്നിട്ട കാറ്റകത്തോട്ട് കയറുന്നു. എന്റെ അളിയനെ പുറത്തുനിന്ന് ഒന്നും അകത്തോട്ട് കയറണ ഇഷ്ടമല്ല. അല്ലാത്ത അളിയനാണ്. ആ അമ്മാവനാ മൊയ്തൂക്കേണ്ടല്ല. ഭക്ഷണം കഴിച്ചായിരുന്നാ? നിങ്ങൾ കഴിച്ചില്ല. പക്ഷെ നിന്റെ അച്ഛന്റെ റേഷനറി അല്ലേ, അത് ഞങ്ങൾക്ക് വേണ്ട. പുറത്തുനിന്ന് കഴിച്ചോളാം. എന്തായാലും നമ്മുടെ കല്യാണക്കാര്യം സെറ്റായില്ലേ? സെറ്റായി. അടുത്ത മാസം 16-ാം തീയതി കല്യാണം. ഒന്നും പറഞ്ഞിട്ടില്ല. ചെക്കൻ വേറെയാണ്. എങ്ങനെയാ നിന്നോട് പറയണത്? അതെന്താണ് അപ്പൊ നമ്മുടെ കാര്യം? എടാ തന്തമാരെ വഴിക്ക് വന്നില്ലെങ്കിൽ മക്കള് പ്രായമായി കഴിഞ്ഞാൽ തന്തമാരെ പറഞ്ഞ വഴിക്ക് കൊണ്ടുവരണം. എന്താ ഈ പ്രദേശത്ത് ഏറ്റവും വരുമാനമുള്ള ഒരാളാണ് നിന്റെ അച്ഛൻ. ഇല്ലേ? 10 മുറി കട വാടക കൊടുത്തിട്ട് അതിന്റെ വാടക 10,000 തേങ്ങ മാസം വെട്ടണുണ്ട് ഈ പറമ്പില്. പിന്നെ ലോറിയുടെ വരുമാനമുണ്ട്. പിന്നെ അവരുടെ കാർ ഓടണുണ്ട്. ഏതൊക്കെ പറമ്പ് സ്ഥലമൊക്കെ എന്താ വർക്ക്ഷോപ്പോ അതിന് ഇതിനൊക്കെ വാടക കൊടുത്തിട്ടുണ്ട്.
ഈ വരുമാനം കൊണ്ട് എവിടെ വെക്കൂടാ നിന്റെ തന്ത? എന്നിട്ട് അയാൾ ഇങ്ങനെ ഈ നക്ഷത്രം കാണിക്കുന്നത്? അച്ഛന്റെ സ്വഭാവം അമ്മാവന് അറിയാൻ പാടില്ലല്ലേ, ഞാൻ എന്ത് പറയാനിപ്പാ? ഇപ്പൊ എന്താ ഉണ്ടായത്? നിന്റെ തന്ത എവിടാ? ഇങ്ങോട്ട് വിളിക്ക്. അച്ഛന അതെ വന്നല്ല. മൊയ്തോ എന്തൊക്കെ ഇരിക്കി. എന്താ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടല്ലേ വന്നത്? ഊവേ. ആ എന്നാ പിന്നെ ജ്യൂസ് എടുക്കട്ടെ? എന്തിനേ ഭക്ഷണം ഇപ്പൊ കഴിച്ചിട്ടാ വന്നതെന്ന് പറഞ്ഞില്ലേ? വെള്ളം എന്തെങ്കിലും കൊടുത്താ പോരെ? ആ ചുക്കള്ളം കൊടുക്ക്. അയ്യോ വേണ്ടായേ, ഞങ്ങള് വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചു ഞങ്ങൾ പറയണം പോയതു. അതെ സത്യേട്ടാ, നമ്മള് കഴിഞ്ഞ ദിവസം പ്യാരിക്കൊരു പെണ്ണിടാൻ പോയിനല്ലോ. നല്ല തറവാട്ടേനെ, നമുക്ക് അങ്ങനെ നടത്താം. അല്ല, തറവാട്ടുകാരൊക്കെ നല്ലതാണ്, പക്ഷെ കല്യാണം നടക്കൂല. അയ്യോ എന്തു പറ്റി? എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചാ പറയാനൊരു വിഷമുണ്ട്. ഈ അന്ന് അവിടെ പോയിട്ട് ഒരു ചായയും പലഹാരമൊക്കെ കൊണ്ടുവച്ചല്ലോ. അപ്പൊ ആ ചായ കൊടുക്കണതിനിടയിലേ നിങ്ങൾ അണ്ടിപ്പരിപ്പെടുത്ത് മുണ്ടിന്റെ കോന്തലക്കെല്ലാം വെച്ചിനോ? വെച്ചിനോ? അത് അവിടുത്തെ അച്ഛൻ കണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു തറവാട്ടിലേക്ക് ഓരോ കുട്ടീനെ പറഞ്ഞയക്കണ്ടെന്ന് പറഞ്ഞു തീരുമാനം. ഇത്രയും തീറ്റപ്പൊതിയുള്ള ഒരു കുടുംബത്തിലേക്ക് അവർക്ക് പെണ്ണിനെ തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. എന്റെ അളിയ എന്ത് ന്യായാണ് അവരുടെക്ക് മനസ്സിലാവില്ല. ഞാൻ അവിടുന്ന് ഒരു പിടി അണ്ടിപ്പരിപ്പ് ഏറി വന്നാൽ 100 ഉണ്ടാവും. 100 ഗ്രാം. അതിന് എത്ര ഉണ്ട്? 120 റുപ്യ. 120 റുപ്യക്ക് ഇവര് കണക്ക് പറയണത്. അങ്ങനെ 120 റുപ്യക്ക് കണക്ക് പറയണ ഒരു കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടാതിരിക്കാന്നല്ലേ? എന്തിന്? അല്ല, ഒരു വേണ്ടാന്ന് വെച്ചു. വേണ്ടാന്ന് വെച്ചാൽ അമ്മായി. ഇനിയിപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, തെറ്റിട്ടൊക്കെ പറയണ അളിയ, ഇവര് ഈ അണ്ടിപ്പരിപ്പ് തന്നത് എന്തിനാ? അല്ല, എന്തിനാ തന്നത്? തിന്നാനല്ലേ? അല്ല സത്യേട്ടാ, അത് അവിടെ ഇരുന്ന് തിന്നാനല്ലേ? ഏടോ, അവിടെ ഇരുന്ന് തിന്നണോ വേറെ എവിടെയെങ്കിലും സൗകര്യമുള്ളിടത്ത് കൊണ്ടുപോയിരുന്ന് തിന്നണോ തീരുമാനിക്കണം ഞാനാണ്. നമ്മൾ അവിടുന്ന് അണ്ടിപ്പരിപ്പ് തിന്നോ, അതോടെ കാര്യങ്ങൾ സംസാരിക്കും. കാര്യങ്ങൾ സംസാരിക്കണം. അവിടെ ഇരുന്ന് അണ്ടിപ്പരിപ്പ് തിന്നെ എനിക്ക് സൗകര്യമില്ല. അതുകൊണ്ട് ഞാനൊരു പിടി എടുത്തിട്ട് പോക്കറ്റിൽ വെച്ചു. എന്താ പിന്നെ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കല്യാണം വേണ്ടാന്ന് പറഞ്ഞവര്. വേണ്ട, അങ്ങനത്തെ നാരേ കുടുംബാണ് വേണ്ട. എടാ മൊയ്തോ, ഞാൻ വിചാരിച്ചത് എന്താ അറിയോ? അവരുടെ അണ്ടിപ്പരിപ്പ് ഇവിടെ വന്ന് തിന്നു നോക്കുമ്പോ നല്ല അണ്ടിപ്പരിപ്പാ, നല്ല A-ക്ലാസ് അണ്ടിപ്പരിപ്പാ, ക്വാളിറ്റി ഉള്ളതാ. അതേപോലെ ക്വാളിറ്റി ഇവരുടെ തറവാടും ഉണ്ടാവും എന്ന് വിചാരിച്ചു. അതില്ല, വിറ്റ എഴപ്പാളികളാ. എന്തിനാ അങ്ങനത്തെ ഒരു കുടുംബത്തിന് പെണ്ണ്? നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ പിന്നെ പെണ്ണ് കാണാൻ പോണത്. ഇതിനെ മുമ്പേയും പലയിടത്തിലും പോയിട്ടില്ലേ? അവരൊക്കെ അവിടുന്ന് ഓരോരോ സാധനങ്ങൾ തരുമ്പോ ഇഷ്ടമില്ലാത്തതാണെങ്കിൽ തൊടില്ല, ഇഷ്ടമുള്ളതാണെങ്കിൽ ഞാൻ അവിടുന്ന് എടുക്കലുണ്ട്. എന്തായാലും കുഴപ്പം? അല്ല, ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ടോ നിങ്ങള്? പിന്നെ എടുത്തിട്ടില്ലേ? വെറുതെ കല്യാണമൊക്കെ മുടങ്ങി പോയിട്ടോ. ഒന്നുമില്ല, അതെ പോയത് പോട്ടെ. ഞാൻ ഇപ്പൊ പുതിയൊരു ആലോചനയും കൊണ്ടാ വന്നത് പ്യാര്. അത് വേണം. അവിടെ കല്യാണം നടക്കണതിന്റെ മുമ്പേ നമുക്ക് ഇവിടെ കല്യാണം നടത്തണം. അതാണ്. ഇതിപ്പോ കുട്ടീനെ എനിക്കറിയും, നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്, നല്ല സുന്ദരി കുട്ടിയാ. ആരാ ഇതൊക്കെ പെണ്ണ്? അത് നമ്മളെ സുഗതന്റെ മോള്. അത് നല്ല കുട്ടിയാട്ടോ, എനിക്കറിയാം. അതാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല കുട്ടി. എന്തിനാണ് ആ കുട്ടിയെ? ഏടോ സുഗതം പാപ്പരല്ലേ? ഞാൻ അവിടുന്ന് പെണ്ണെട്ടി കഴിഞ്ഞാൽ അവനെ കൂടി ഞാൻ നോക്കേണ്ടി വരും. അച്ഛാ, ആ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്, കാണാനും കൊള്ളാം, അവൾക്ക് ജോലി കിട്ടും. എടാ, വിദ്യാഭ്യാസം പുഴുകി തിന്നാൻ പറ്റുമോ? അച്ഛന്റെ സ്വത്ത് നമ്മൾ നോക്കണത് എന്തിനാ? നീ വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കണ്ട. ഞാനത് തീരുമാനിക്കും, അതിനനുസരിച്ച് കാര്യങ്ങൾ നടന്നാൽ മതി. വേറെ നോക്കാൻ പെണ്ണ് അതൊന്നും വേണ്ട. അതും വേണ്ട. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ സുഗതന്റെ പെണ്ണിന് അങ്ങോട്ട് കല്യാണം കഴിക്കില്ല. ഓനങ്ങനെ ഇൻസൈഡൊക്കെ ചെയ്ത് നടക്കാനേ പറ്റൂ. അമ്മാവ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ അവിടെ നിന്ന് ഒരു 100 അണ്ടിപ്പരിപ്പല്ലേ അച്ഛൻ എടുത്തുള്ളൂ. ഞാൻ ഒരു കിലോ മേടിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കാം. ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ? ഉളുപ്പില്ലാത്ത വർത്താനം പറയലടാ. അതെ അളിയാ, സുഗതന്റെ വേണ്ട, വേറെ വല്ലതും ഉണ്ടെങ്കിൽ നോക്കാം. വ്യാരി, നീ സന്യാസം സ്വീകരിക്കാനായിട്ട് തയ്യാറായിക്കോ. അല്ല അളിയപ്പോ തീരുമാനമൊന്നും പറയാതെ പോയാലേ അളിയാവൂ. പോയാ ഒരൊറ്റ എണ്ണത്തിന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായില്ല. 100 അണ്ടിപ്പരിപ്പെടുത്ത അത്ര വലിയ തെറ്റ് ഏരപ്പാളിയിൽ. സുഖേട്ടാ, സുഖേട്ടോ, എവിടെയാ സുഖേട്ടോ? നിങ്ങളെ വന്നാ ഇതെന്താ പണിന്ന് പറഞ്ഞത്? നീ പണിക്ക് വന്നാണ്? എന്താണ്? 10 മണിയായാലോ? നീ എന്താ സർക്കാർ ഉദ്യോഗസ്ഥനെ? കേട്ടോ, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല വൈകി വരുന്നത്, ഞങ്ങൾക്ക് പറയാ.
ഞാനേ കൂലിപ്പണിക്കല്ല വരണത്, കരാറ് പണിയാണ്. അപ്പൊ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ പണിയാന്നുള്ള രീതി എനിക്കില്ല. എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ പണിയണത്. നിങ്ങളോട് റേറ്റ് പറയും, ആ റേറ്റിന് ഞാൻ പണി തീർത്ത് തരും. അത് ചിലപ്പോ ഇന്ന് അല്ലെങ്കിൽ നാളെ. അങ്ങനെയാണ് കുഴപ്പമില്ല. അതെ, എനിക്കിപ്പോ എന്താ വേണ്ടതെന്നറിയോ? എന്റെ ഈ മുറ്റുണ്ടല്ലോ, ഇത് കട്ട വിരിക്കണം. അയ്യോ, കട്ട വിരിക്കാൻ എനിക്ക് അളവും കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്ക് ആ പണി അറിയില്ലോ. അല്ലെങ്കിൽ അനക്ക് കണക്കും അളവൊന്നും അറിയില്ല, എനിക്കറിയാം. അതിനൊക്കെ ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ബുദ്ധിയാണ്. അവര് കട്ട വിരിക്കാൻ വരുമ്പോ ഈ മുറ്റം വൃത്തിയാക്കണം, ചതുരത്തിലെ സ്ക്വയറിൽ ഇങ്ങനെ വൃത്തിയാക്കണം കട്ട വിരിക്കാൻ. ഇതിപ്പോ ഇങ്ങനെ ഇങ്ങോട്ട് നേരത്തെ എത്ര റുപ്യ വേണ്ടി വരും എനിക്ക്? പിന്നെ അതിനിടയ്ക്ക് തെങ്ങിന്റെ കട മാന്നാണ്ട് പോടടയ്ക്കാണ്ടെന്നൊക്കെ പറഞ്ഞ കാശ് വേറെ വരും. അതൊന്നും വേണ്ട, നീ മുറ്റം മാത്രം വൃത്തിയാക്കി തന്നാ മതി. അതിന് എത്ര വരും? ഏകദേശം ഒരു 1750 റുപ്യ വരും. എത്ര? 1750. 1600. 1550. നിങ്ങൾ സ്റ്റെപ്പ് കയറി തോൽക്കില്ലോ. അപ്പോ നിങ്ങൾ വെറുതെ ഒക്കത്ത് കൈ വെച്ച് നിൽക്കാണ്ട് കാര്യം എന്താ പറയേ പറ്റാ നിങ്ങക്ക്? അതെ, ഒരു 1500 റുപ്യ തരും. 1000 റുപ്യ അങ്ങോട്ട് തരാം. ഈ പണി ഒന്ന് ഒഴിവാക്കി തരും നിങ്ങള്. അല്ല, ഞാൻ പറയാണ്. അതെ, 1500 തരും. അതിന് പറ്റുക പണിതാ മതി, അല്ലെങ്കിൽ പണിയണ്ട. അതെ, ഞാൻ പാർട്ടിന്റെ അടുത്താ വരുന്നേ. മറ്റന്നാൾ രജിസ്ട്രേഷൻ വെക്കാൻ പറ്റുമോ? മറ്റന്നാ പറ്റുമോ? പിന്നെ പറ്റുമോ? കാശ് വേണ്ട. ഓർക്ക് ഇത് കഴിഞ്ഞിട്ട് ഗൾഫ് പോണ്ടാണ്. എന്താ പറയാ, ഈ ആഴ്ച തന്നെ കട്ടിറക്കുമ്പോഴേ, അപ്പൊ അതിന്റെ മുമ്പ് കാശ് കൊടുക്കണം. ഇത് കിട്ടിയല്ലേ പറ്റൂ. അപ്പൊ മറ്റന്നാൾ ഉറപ്പിച്ചു. മറ്റന്നാ ഇവിടെ കട്ട വിരിക്കാണ് ഇവിടെ. എന്താ ശീതൾ എന്താ പണി? അല്ല, ഞാൻ ഇവിടെ കട്ട് വിരിക്കണതിന് മുമ്പേ കുറച്ച് പരിപാടികളുണ്ട്. ആ, ശരി. അല്ല, അപ്പൊ കട്ട വിരിക്കല്, മുറ്റം നേരാക്കല്, പറമ്പ് വിൽക്കല്, മോളെ കല്യാണമൊക്കെ ഉണ്ടോ? മോളുടെ കല്യാണത്തിന് എന്തിനാണോ പറമ്പ് വെക്കണ്? വേണ്ടേ? എന്തിന്? അവൾക്ക് നല്ല വിദ്യാഭ്യാസം ഞാൻ കൊടുത്തിട്ടുണ്ട്. അവൾ ഇഷ്ടപ്പെടുന്ന എല്ലാ ഡ്രസ്സും മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അവൾക്ക് എന്ത് ഭക്ഷണം കഴിക്കണം അതൊക്കെ ഇവിടെ റെഡിയാ. പിന്നെന്താ, അതേമാതിരി തന്നെ കല്യാണ സമയത്ത് അങ്ങോട്ട് നടക്കും. അത് നടക്കണം. അല്ലാണ്ട് അതിന് നമ്മൾ മുണ്ടും മുറുക്കി കുത്തി നടന്നിട്ട് കാര്യമൊന്നും. അപ്പൊ മറ്റന്നാള് പറഞ്ഞ പോലെ. അല്ല, നമ്മളെ സത്യേട്ടന്റെ കാര്യം അറിഞ്ഞോ? സത്യേട്ടന്റെ കാര്യം എന്തിനാണ് അറിയുന്നത്? സത്യേട്ടന്റെ കാര്യം പറയാതിരിക്കാൻ നല്ലത്. ഔ, വേണ്ട സൂതേട്ടോ, ഞാൻ ഒരു പണിക്ക് പോയി അവിടെ. ഞാൻ അവിടെ പറമ്പ് വൃത്തിയാക്കണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചാണ് എന്നെ. 1500 റുപ്യക്ക് പണി ഞാൻ ഏറ്റെടുത്തു. തീരെ റെസ്റ്റ് എടുക്കാണ്ട് അങ്ങോട്ട് പണി എടുത്തിട്ട് ഒരു ഉച്ച ആകുമ്പോഴത്തേക്കും പണി അങ്ങോട്ട് തീർത്തു. ഞാന് ഇയാളെന്ത് പണി കാട്ടിന്നറിയോ ഈ സത്യേട്ടൻ? നീ ഉച്ച വരല്ല പണിതുള്ളോ, അപ്പൊ നിങ്ങക്ക് 750 റുപ്യയുടെ കാര്യമുള്ളൂ, അത് തരാ. നിങ്ങക്ക് 1500 തരാൻ പറ്റില്ലാന്ന്. അല്ല, നീ ഭാഗ്യം ചെയ്തോനാ, സത്യേട്ടന്റെ കയ്യിൽ നിന്ന് 750 കിട്ടിയല്ലോ. ഇനിയിപ്പോ ഇതൊന്നും പറയാനുള്ള നേരമില്ല. മുമ്പ് ആശുപത്രിയിൽ ഐസിയില. അയ്യോ, സീരിയസ് ആണ്. ഇന്നലെ സ്ട്രോക്ക് വന്നിട്ട് അഡ്മിറ്റ് ആക്കി. അപ്പൊ പോയി. കൊണ്ട് ഓരോന്ന് പറയല്ലേ നീ. അതല്ലാന്ന് എന്റെ 750. ഇനിയിപ്പോ അത് ചോദിക്കാൻ പറ്റില്ല ആരോടും. അല്ല, ഏത് ഹോസ്പിറ്റലാണോ? സർക്കാർ ഹോസ്പിറ്റലിൽ, അല്ലാണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മൂപ്പര് സമ്മതിക്കോ? ഇനിയിപ്പൊ അവിടുന്ന് ഗ്ലൂക്കോസ് വെച്ചിട്ട് പകുതിയാണ് കേറി വെച്ചെങ്കിൽ പകുതി കാശ് തരണമെന്ന് പറയാൻ പറയല്ലേ. ശരിയാത്ത ആളെ കുറിച്ച് ആശുപത്രിയാണ്, അതുകൊണ്ടാ പറയണത്. വൈകാണ്ട് കിടക്കല്ലേ പ്രാർത്ഥിക്കുന്നത്. ഞാൻ മറ്റന്നാൾ. അപ്പൊ മറ്റന്നാൾ. അപ്പൊ ഞാന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. ശരി എന്നാല്. ഓക്കെ. കാലം പോയപ്പോ ഓക്കെ.